നന്ദേട്ടൻ, ഇന്ന് നാം പലവിധ ഉദ്യമങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ നവബുദ്ധിജീവികളുടെ പല ഉദ്ഘോഷണങ്ങൾ കാണുന്നു സ്ത്രീകളെ ഉദ്ധരിക്കാൻ. അദ്ദേഹത്തോട് ഇതുപോലൊരു ചോദ്യം ചോദിച്ചിരുന്നു. അന്നത്തെ ഒരു നവഭാരത ബുദ്ധിജീവി ചെന്ന് ചോദിച്ചു, എനിക്ക് സ്ത്രീകളെ ഉദ്ധരിക്കണം, നവോത്ഥാനത്തിലേക്ക് നയിക്കണം, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് പറഞ്ഞതാണ്, അങ്ങേക്കറിയാവുന്നതാണ്, അവരെ വെറുതെ വിടുക, അവർ സ്വയം ഉദ്ധരിച്ചോളും, അവർക്കറിയാം, ജസ്റ്റ് ഗിവ് ദം സ്പേസ് എന്നുള്ള. ഏത് കാലത്താണ്, ഏത് നൂറ്റാണ്ടിലാണ് ഇന്ന് ഏറ്റവും പ്രസക്തമാകുന്ന വെറുതെ അവരുടെ പുറകെ പോയി അവരെ നന്നാക്കാൻ ശ്രമിക്കേണ്ട എന്നുള്ളൊരു സന്ദേശം. നന്ദേട്ടൻ, കാലദേശത്തിനൊക്കെ അതീതം എന്ന് പറയുന്ന ഈ ഓരോ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളും അല്ലേ? ഇത് സത്യമാണ് ഈ പറഞ്ഞത്. അതായത് സ്ത്രീകൾ വളരെയേറെ കഷ്ടത അനുഭവിക്കുന്നു, സ്ത്രീകൾ അവഗണന നേരിടുന്നു. ഈ അവസ്ഥയിൽ സ്ത്രീകൾ ശക്തരാവേണ്ടതല്ലേ? അവരെ ശാക്തീകരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതില്ലേ? അങ്ങയുടെ ഉപദേശം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ ആ മാന്യനോട് അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നാണ്. ഇത് നിന്റെ ജോലിയല്ല, അത് അവർ ചെയ്തോളൂ, അവർക്കതിനുള്ള ശക്തിയുണ്ട്. നിങ്ങൾ പുരുഷന്മാരുടെ ജോലിയല്ല അത്. അതിനപ്പുറത്തേക്ക് കടന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഭാരതത്തിൻ്റെ പാരമ്പര്യം തന്നെ ഒരു മാതൃകേന്ദ്രിതമായ സമൂഹമാണ് എന്നതാണ്. ഇത് പുരുഷ കേന്ദ്രിതമായിട്ടുള്ളതല്ല, അതായത് സ്ത്രീയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് ഈ ഭാരതത്തിൻ്റെ പാരമ്പര്യം. അതുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ഉദ്ധരിക്കാറുണ്ടായിരുന്നത്, ഈ ശിവന് പോലും ശിവത്വവും ശക്തിയും കൈവരുന്നത് ശവത്തിൽ ഇകാരം ചേരുമ്പോഴാണ്, അതല്ലെങ്കിൽ സ്ത്രീയുടെ സാമീപ്യം ഉണ്ടാവുമ്പോഴാണ്. സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യർ തുടങ്ങുന്നത് തന്നെ ശിവശക്തിയായുക്തോ എന്ന് പറഞ്ഞിട്ടാണ്. ശിവനും ശക്തിയും ചേരുമ്പോൾ ഈ ശക്തിയുടെ സ്പർശമില്ലെങ്കിൽ, അതായത് സ്ത്രീയുടെ അമ്മയുടെ ആ സ്പർശനമില്ലെങ്കിൽ, സാമീപ്യമില്ല എങ്കിൽ ശിവന് പോലും ചലിക്കാനാവില്ല, ത്രിമൂർത്തികൾക്കും ചലിക്കാനാവില്ല എന്നതാണ് നമ്മുടെ വിശ്വാസം. ഇതൊന്നും അറിയാതെയാണ് ആ മാന്യൻ വിവേകാനന്ദ സ്വാമികളോട് പറഞ്ഞ് നമ്മൾ പുരുഷന്മാരെ ചേർന്ന് അവരെ സംഘടിപ്പിക്കേണ്ടതല്ലേ എന്ന്. അവർക്കതിനുള്ള ശക്തിയുണ്ട്, അവർക്കതിന് കഴിയുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ വൃത്തികെട്ട മൂക്ക് അവിടെ കൊണ്ടിടാതിരുന്നാൽ മതി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് ഭാരതത്തിൻ്റെ ആ മഹത്തരമായ സങ്കല്പത്തെ കൂടിയാണ് സ്വാമി വിവേകാനന്ദൻ ഉയർത്തിപ്പിടിക്കുന്നത്. അത്തരം ശക്തമായ മറുപടിയിലൂടെ ഒരു തരത്തിൽ ഭാരതീയ പുരുഷ വർഗത്തെ കൂടി അദ്ദേഹം ഉണർത്തുകയാണ് ചെയ്തത്. സ്ത്രീകളുടെ ശക്തിയെക്കുറിച്ചും ഭാരതത്തിൻ്റെ ദർശനങ്ങളിൽ സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യത്തെ കൂടി പറഞ്ഞു കൊടുക്കുകയാണ് അത് അദ്ദേഹം ചെയ്തത്. ഇന്നത്തെ കാലത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നവ ബുദ്ധിജീവി വർഗം അവരെല്ലാം ഒരു പാശ്ചാത്യ കണ്ണിലൂടെയാണ് നോക്കുന്നത്, പാശ്ചാത്യ ചട്ടക്കൂടിലൂടെയാണ് എന്തിനേയും സമീപിക്കുന്നത്. അവിടെ എല്ലാ കാലത്തും പുരുഷ മേധാവിത്വമായിരുന്നു. സ്ത്രീക്ക് ആത്മാവുണ്ടെന്ന് പോലും സമ്മതിക്കാൻ എത്രയോ കാലമെടുത്തു പാശ്ചാത്യ സമൂഹം. പുരോഗമിച്ച ഏറ്റവും ഉന്നതമെന്ന് സ്വയം അഭിമാനിക്കുന്ന പാശ്ചാത്യ സമൂഹം സ്ത്രീകൾക്ക് ആത്മാവുണ്ടെന്ന് സമ്മതിക്കാൻ എത്രയെത്ര ചർച്ചകൾ നടത്തേണ്ടി വന്നു. വോട്ടവകാശം പുരുഷന്മാർക്ക് മാത്രമായിരുന്ന ഒരു നാടാണ് അത്. പക്ഷേ നമുക്കറിയാം, ഇവിടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ മാത്രയിൽ ഒരു സ്ത്രീക്കും സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക് വോട്ടവകാശം വേണമെന്ന്. കാരണം നമ്മുടെ രക്തത്തിൽ ആ സ്ത്രീ പുരുഷ സമത്വം, അല്ലെങ്കിൽ പുരുഷനിലും ഒരല്പം കൂടി ഉയർന്ന സ്ഥാനം സ്ത്രീകൾക്കുള്ള ഒരു പാരമ്പര്യം ഇത് വേദത്തിലും ഒക്കെ കാണാമല്ലോ. ഇത് വിവേകാനന്ദൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. സ്ത്രീയെ കുറിച്ചുള്ള, മഹിളകളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെയും ഈ വസ്തുത ഉയർന്നു നിൽക്കുന്നത് കാണാം. ഇത് ഭാരതത്തിൻ്റെ പാരമ്പര്യം, അതിനെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ആധുനിക കാലത്തിന് ഗുണകരവും മനസ്സിലാക്കാൻ ഉതകുന്നതുമായ ഭാഷയിൽ സ്വാമി വിവേകാനന്ദൻ അവതരിപ്പിച്ചു എന്നതാണ് മഹത്വം. അതെ, ശ്രീ ജയനന്ദകുമാർ, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ, അതോടൊപ്പം ഭയരഹിതമായ പ്രബോധനങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ യുവജനതയുടെ മനസ്സിനെ കീഴടക്കിയത്, ഭാരതത്തെ ഒന്നാകെ കീഴടക്കിയത്. അദ്ദേഹം അതിലുപരി ഏറ്റവും കൂടുതൽ മൂല്യം നൽകിയത് വിദ്യാഭ്യാസത്തിനായിരുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, എല്ലാവരും വിദ്യാഭ്യാസം ആർജിക്കുക, അതോടുകൂടി ഒരു സമൂഹത്തിന് ഏതു രീതിയിലുള്ള പരിവർത്തനം ഉണ്ടാകും എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ വിഭാവനം തന്നെയായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തിലൂടെ ഒരു സമൂഹത്തിൻ്റെ മാറ്റം ആഗ്രഹിച്ചത്? നന്മ തിന്മകൾ തിരിച്ചറിയാൻ ഉതകുന്ന ഒരു മനസ്സിനെ പ്രാപ്തമാക്കുക എന്നത് തന്നെയായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ലക്ഷ്യം.
സ്വാമിജിയുടെ വിദ്യാഭ്യാസ സംബന്ധിയായ സങ്കല്പത്തിലായാലും മത ആധ്യാത്മിക സംബന്ധമായ കാഴ്ചപ്പാടിലൊക്കെയും തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദർശനം, അത് അടിസ്ഥാനപരമായി ഭാരതീയ കാഴ്ചപ്പാടാണ്, ഹൈന്ദവ കാഴ്ചപ്പാടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആയിരക്കണക്കിന് കാരണങ്ങൾ കൊണ്ട്, 1000 കാരണങ്ങളെ കൊണ്ട് ഈ കാഴ്ചപ്പാടിന് മങ്ങൽ ഏറ്റുപോയി. അതായത് വിദ്യാഭ്യാസം എന്താ എന്ന ചോദ്യത്തിന് സ്വാമി വിവേകാനന്ദൻ നൽകുന്ന ഉത്തരം, നമുക്ക് സ്വതവേ ഉള്ള പൂർണ്ണതയുടെ പുറത്തുവരലാണ് വിദ്യാഭ്യാസം. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം എന്നത് പുറത്തുനിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ കുട്ടിയുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നതല്ല. ഉള്ളിലുണ്ട് ആ പൂർണ്ണത. ആ പൂർണ്ണതയെ തിരിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കലാണ് വിദ്യാഭ്യാസം. ഇതേപോലെ തന്നെയുള്ള ഒന്നാണ് മതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ ആ ദിവ്യത്വമുണ്ട്. ആ ദിവ്യത്വത്തെ, ഈശ്വരീയത്തെ ആവിഷ്കരിക്കലാണ് മതവും ആരാധനയും എന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് വയ്ക്കുന്നതോടൊപ്പം തന്നെ അതികഠിനമായ ഭാഷയിൽ നിലവിലുണ്ടായിരുന്ന പാശ്ചാത്യ വിദ്യാഭ്യാസത്തെ അദ്ദേഹം എതിർക്കുകയും ചെയ്തു. ഇന്ന് നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ സംഭവിക്കുന്നത്, ഒരു കുട്ടി വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ആദ്യം പഠിക്കുന്നത് അച്ഛൻ വിഡ്ഢിയാണ് എന്നാണ്. താൻ വിഡ്ഢി, അച്ഛൻ പമ്പര വിഡ്ഢി, അച്ഛൻ്റെ അച്ഛൻ ഒരു തരത്തിൽ കോവർ കഴുതയാണ് എന്ന മട്ടിലുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത്. ഈ പറച്ചിലിൻ്റെ ഉള്ളിലുള്ള വസ്തുത നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ആദ്യം സ്വാമിജി പറഞ്ഞ ദിവ്യത്വം, പൂർണ്ണത എന്നൊക്കെയുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് പഠിപ്പിക്കുന്നതിന് പകരം ഞാൻ പാപിയാണ്, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ അപൂർണനാണ് എന്നൊക്കെയുള്ള വിദ്യയാണ് നൽകുന്നത്. അതിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നത് ഞാനൊരു വിഡ്ഢിയാണ്, ഈ വിഡ്ഢിയായ എന്നെ ബുദ്ധിമാനാക്കാനാണ് ഈ വിദ്യാഭ്യാസത്തിലൂടെ ശ്രമിക്കുന്നത് എന്ന ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് പാശ്ചാത്യ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമ്മൾ പല കാലങ്ങളായി തുടർന്നു പോരുന്നതും അതേ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. പക്ഷെ ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ അമൃതസ്യ പുത്ര എന്ന് പറഞ്ഞിട്ടാണ്. അമൃതത്വത്തിന്റെ കിടാങ്ങളാണ്. അത് തിരിച്ചറിയാനാണ് വിദ്യ എന്നതാണ്. ഇപ്പോൾ താൻ വിഡ്ഢിയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ സ്വാമിജി പരിഹാസ രൂപേണ പറയുന്നു, നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യവും മോശമാണ് എന്ന തരത്തിലുള്ള വിദ്യയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യ നേടി പുറത്തു വരുന്ന ഒരു കുട്ടി, ഒരു തരത്തിൽ പറഞ്ഞാൽ കാണാതെ പഠിച്ചത് ചിലത് അർത്ഥമറിയാതെ ഉരുവിടുന്ന ഒരു മാംസപിണ്ഡമായി പുറത്തു വരുന്നു. ഒരു തെളിച്ചമില്ലാത്ത, ചൈതന്യമില്ലാത്ത, ജീവിതത്തിന്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത ആളായിട്ട് വരുന്നു. അതുകൊണ്ട് നിലവിലുള്ള ഈ പാശ്ചാത്യ അനുകരണത്തെ മാറ്റി ഭാരതീയതയുടെ ആധാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസം വേണം എന്ന് അദ്ദേഹം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സ്ഥാപിച്ച മഠത്തിൽ, മിഷനിൽ, രാമകൃഷ്ണ മിഷന്റെ ഒക്കെ നേതൃത്വത്തിൽ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിന്റെ മഹത്വത്തിനു വേണ്ടി സ്വയം ഭഗിനി നിവേദിത ഈ ആശയത്തെ പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ മേഖലയിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിലേക്ക് ആ അമ്മയും വഴിതിരിച്ചു വിട്ടു. ഇതേപോലെ തന്നെ മുഴുവൻ ഭാരതത്തിലും വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾക്ക്, നവീനങ്ങളായ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾക്ക് ഇത് പ്രേരണ നൽകി. ഒരർത്ഥത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച ശാന്തിനികേതന്റെ ഒക്കെ ആ സർവകലാശാലയുടെ ഒക്കെ പ്രേരണ സ്വാമി വിവേകാനന്ദനായിരുന്നു എന്ന് നമുക്ക് കാണാം. അങ്ങനെ ഒരു നവോത്ഥാനം, വിദ്യാഭ്യാസ രംഗത്തുള്ളൊരു നവോത്ഥാനത്തിന് പോലും സ്വാമിജിയുടെ ഈ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ ധീരമായ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ സുസ്പഷ്ടമായ വാണികൾ സഹായകരമായി എന്നതാണ് സത്യം. ശ്രീ ജെ നന്ദകുമാർ, അങ്ങ് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സ്വാമിജിയുടെ ഒരു നിലപാടിലേക്കുള്ള ചോദ്യത്തിൽ നിന്ന് ഇപ്പോൾ അങ്ങ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഡീകോളനൈസേഷൻ എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ്. ബ്രിട്ടീഷുകാർ എന്തോ ഒരു വലിയ സൗജന്യം ചെയ്യുന്നത് പോലെ യൂണിയൻ ജാക്ക് താഴ്ത്തിയിട്ട് ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞിവിടെ വിടുമ്പോൾ ഭാരതത്തെ സ്വതന്ത്രമാക്കാനും ശക്തമാക്കാനുമുള്ള വാതിലുകൾ തുറന്നിടുകയല്ല ചെയ്തത്. മറിച്ച് അവരുടെ ഫിസിക്കൽ പ്രസൻസ് മാത്രം മാറ്റിയിട്ട് വിദ്യാഭ്യാസം, സംസ്കാരം, ഭാഷ, വേഷം, ഭക്ഷണം, നീതിന്യായ വ്യവസ്ഥയിൽ അടക്കം ആ അടിമത്തത്തിൽ തളച്ചിട്ടിട്ടാണ് പോയത്. അവിടെ നിന്ന് നാം ഇന്ന് ഉണർന്ന്
മോചിതരാകാനുള്ള ഇന്നും പൂർണ്ണമായിട്ടില്ല. അതിൻ്റെ തുടക്കത്തിൻ്റെ പ്രതീകം കൂടിയല്ലേ സ്വാമി വിവേകാനന്ദ ജയന്തിയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും? തീർച്ചയായിട്ടും സ്വാമി വിവേകാനന്ദൻ നമ്മളെ പഠിപ്പിച്ചത് ഈ അന്ധമായ അനുകരണത്തിൻ്റെ, അന്ധമായ ഒരു തരത്തിലുള്ള ഈ പിന്നാലെ പോക്ക്, എന്താ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിയാതെ മുന്നിലുള്ളവർ നടക്കുന്ന വഴിയെ പോകുന്ന ഈ അന്ധാനുഗാമിത്വം, അത് ഉപേക്ഷിക്കണം എന്നാണ് സ്വാമി വിവേകാനന്ദൻ എപ്പോഴും പറയാറുണ്ടായിരുന്നത്. അതൊരർത്ഥത്തിൽ ഡീകോളനൈസേഷന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം മാത്രമല്ല, ഡീകോളനൈസ്ഡ് മൈൻഡ്സിനെ ഭാരതീയ ശിക്ഷാ പദ്ധതി വിദ്യാഭ്യാസം കൊണ്ട് നിറയ്ക്കുക എന്നതുകൂടിയായിരുന്നു. ജ്ഞാന പാരമ്പര്യം, ഭാരതത്തിൻ്റെതായ ഒരു ജ്ഞാന പാരമ്പര്യമുണ്ട്, അതുകൊണ്ട് നിറയ്ക്കണം. അതിൻ്റെ കാരണം സ്വാമിജി തൻ്റെ പ്രസംഗങ്ങളിലൂടെ ഒക്കെ പലപ്പോഴും പറയാറുണ്ടായിരുന്നത് ഈ പാശ്ചാത്യ സ്വാധീനത്തെ ഒഴിവാക്കുക മാത്രമല്ല, ഒഴിവാക്കൽ എന്ന് പറയുന്നത് ഒരു ഒരു പകുതി കാര്യമേ ആകുന്നുള്ളൂ. അത് പൂർണ്ണമാക്കണം, ആ വാചകം പൂർണ്ണമാക്കണമെങ്കിൽ എന്ത് വേണം? ആ ശൂന്യതയിൽ, പാശ്ചാത്യ സ്വാധീനത്തെ ഒഴിവാക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ശൂന്യതയിലേക്ക് സത്യമായതിനെ, കൃത്യമായതിനെ, അതായത് ഭാരതീയ ജ്ഞാനത്തെ നിറയ്ക്കുക കൂടി വേണം. ഇതായിരുന്നു സ്വാമിജിയുടെ ഉപദേശം. പക്ഷെ നമ്മൾ ഇപ്പോഴും ആ ഡീകോളനൈസേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. പ്രദീപ് സൂചിപ്പിച്ചത് സത്യമാണ്. എല്ലാ മേഖലകളിലും ഇപ്പോഴും പാശ്ചാത്യൻ തന്നെ, അല്ലെങ്കിൽ നമുക്കന്യമായ ചില ചിന്താരീതികൾ തന്നെയാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലായാലും, വിദ്യാഭ്യാസ സമ്പ്രദായത്തിലായാലും, ആസൂത്രണത്തിലായാലും, വ്യവസായത്തിലായാലും, കൃഷിയിലായാലും എല്ലായിടത്തും അത് തുടരുകയാണ്. അതിനെ ഒഴിവാക്കണം. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് 2-3 വർഷം മുമ്പ് ചെങ്കോട്ടയിൽ നിന്നുള്ള തൻ്റെ പ്രസംഗത്തിൽ ആദരണീയനായ പ്രധാനമന്ത്രി പറഞ്ഞത്, വി ഹാവ് ടു ഇറേസ് ദ ലാസ്റ്റ് ട്രേസസ് ഓഫ് സെർവിറ്റ്യൂഡ്. അടിമത്തത്തിൻ്റെ അവശേഷിക്കുന്ന അവസാന കണികകൾ കൂടി നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് തൂത്തെറിയണം. അദ്ദേഹം പറഞ്ഞ 5 പ്രതിജ്ഞകൾ, അതിൽ 2ാമത്തെ പ്രതിജ്ഞ അതാണ്. ആധുനിക നരേന്ദ്രൻ നമ്മുടെ മുമ്പിൽ തന്ന ആ പ്രതിജ്ഞകളിൽ 2ാമത്തെ അതാണ്. ഈ മനസ്സിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ഈ അടിമത്തത്തിൻ്റെ ശേഷിപ്പുകൾ ഒഴിവാക്കണം, തുടച്ചെറിയണം എന്നത്. അതിൻ്റെ സ്ഥാനത്ത് ഭാരതീയ ജ്ഞാന പാരമ്പര്യത്തെ പ്രതിഷ്ഠിക്കുക കൂടി വേണം. അതിനുള്ള പരിശ്രമം കൂടി നാം ചെയ്യണം എന്ന് തുടർച്ചയായി ആഹ്വാനം ചെയ്തിരുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ 1897 മടങ്ങി വന്നതിന് ശേഷമുള്ള പ്രസംഗങ്ങളിൽ, കൊളംബോ മുതൽ അൽമോറ വരെ എന്ന പേരിൽ പ്രസിദ്ധം ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് ഈ ആഹ്വാനം കൃത്യമായി കാണാം. ആ ഒരു വിഷണറി ആയിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ വരും കാലങ്ങളിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ വസ്തുത. ആവർത്തിച്ച് നമ്മൾ ഈ ഭാരതീയ ജ്ഞാനത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുകയും അതിൻ്റെ പോരായ്മകളെ ഒഴിവാക്കിക്കൊണ്ട് ആധുനിക കാലത്ത് എങ്ങനെയാണ് അതിനെ പുനരവതരിപ്പിക്കേണ്ടത്, പുനഃസ്വാംശീകരിക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്നതായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ തുടർച്ചയായ ഉപദേശം.